ഒരു കൊച്ചു പച്ചക്കറിത്തോട്ടവും ഒരു 10 കോഴികളും ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വീടിനോട് ചുറ്റുവട്ടത്തുള്ള ഇതൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഇതിന് വളവിടാനും വെള്ളം ഒഴിക്കാനും കോഴിയെ നോക്കാനും ഒക്കെ പറ്റും. വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾ അന്വേഷിച്ചും കോഴിമുട്ട അന്വേഷിച്ചും വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ സിറ്റിയിലാണെങ്കിലും കോഴി വളർത്താൻ വളരെ ഈസിയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കോഴി വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്ക് ഇഷ്ടം പോലെ വളവുമാകും. കോഴിമുട്ട നമുക്കും എടുക്കാം. പിന്നെ ഗ്യാസ് അത് മുഴുവനും നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. ഇവിടെ ഈ കെണിയും കെട്ടിയിട്ട് ഈ കവറിനകത്ത് ഞാൻ ഒരാളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് ആദ്യമായിട്ടുണ്ടായതാണ്. ആദ്യമായിട്ടുണ്ടായ ആളെ ഇത് ഇങ്ങനെ ആക്കി കായ്ച്ചകൾ. അപ്പോൾ പിന്നെ ഉണ്ടായവരെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ കായ്ച്ചക്കെണിക്കകത്ത് നിറച്ച് ഈച്ചകളാണ്. അതാണ്ട് നല്ല പുളിച്ച മണം അതിനകത്ത് നിന്ന് വരുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം പുളിച്ചതിൻ്റെയാണ്. അപ്പം പിന്നെ ഇതാണ്ട് ഇതങ്ങ് തുറക്കാം. നമ്മളെ ഈ കവറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആളെ അങ്ങ് തുറക്കട്ടെ. ഇതാണ് ആ ആള്. ഒരു ഈച്ച പോലും കുത്താതെ എത്ര കഷ്ടപ്പെട്ട അവരെ ഞാൻ സൂക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുന്നറിയോ. അപ്പോൾ ഇതും മൂത്തു, അതും അങ്ങ് എടുത്തേക്കാം. നല്ലൊരു പീച്ചിങ്ങ. ഇനിയുണ്ട് ഒരെണ്ണം കൂടെ, അതും കൂടി ഇന്നങ്ങ് പറിച്ചേക്കാം. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനാകും. ഇതും ഒരു പീച്ചിങ്ങാണ്. ഇവന് മൂത്ത് നിൽക്കുക. ഇങ്ങനെ 2 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു തോരൻ തികയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മുറിക്കാതെ നിർത്തിയിരുന്നത്. അപ്പോൾ ഇതേ നല്ല പീച്ചിങ്ങ. ഇവനെ ഒരു ഈച്ച പോലും കുത്തിയില്ല കേട്ടോ. പീച്ചിങ്ങകളെ ഇതേ വേറെയും നിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ നീളം വയ്ക്കുന്നുണ്ട്. മറ്റവരൊക്കെ കുള്ളനായിപ്പോയി, പക്ഷെ സാധനം ഹെൽത്തി ആയിട്ട് വന്നു കേട്ടോ. ഇവിടെ ഈ ഇലയുടെ അടിയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നല്ല മുഴുത്ത ഒരു വയലറ്റ് ബ്രിഞ്ചാൾ. ദേ, അപ്പം നമുക്ക് ഇവനെ കൂടെ അങ്ങ് എടുത്തേക്കാം. ഇപ്പം നല്ല മൂത്ത് നിൽക്കുകയാണ്. ഇവൻ ഒളിച്ചാണ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണത്ത പോലും ഇല്ല കേട്ടോ. അല്ലോ സൂപ്പർ സാധനമാണ്. നല്ല സൂപ്പർ വലിയ ബ്രിഞ്ചോള. ഇതാണ്ടേ, ഇതെൻ്റെ സാലഡ് കുക്കുംബർ. അത് നിറയെ കിടപ്പുണ്ട് കേട്ടോ. ഓരോ മുട്ടിലും കായകളുണ്ടായി. ഇത് മൂക്കുന്നതനുസരിച്ച് നമ്മൾ ഡെയിലി പറിക്കുകയാണ്. ഇതെൻ്റെ പയറുകളാണ്. ഇതിൻ്റെ നീളം കണ്ടോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുക ഇവിടെ. പിന്നെ ഇങ്ങനെ പന്തലിട്ടിരിക്കുന്നതുകൊണ്ട് കുറേ പയറുകൾ ഇതിൻ്റെ മുകളിലും കിടപ്പുണ്ട്. അപ്പോളേ നമ്മുടെ പയറുകളൊക്കെ മുറിച്ചെടുക്കാം. ഇതുണ്ടോ, ഒരു പയറിൻ്റെ നീളമാണ് ഇത്രയും. വലിയ നീളം പയറാണ്. എപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങിയാലുമേ ഒരു കറിക്കുള്ള സാധനങ്ങൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ ഏരിയയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും മുറിക്കാം. ഇനിയും നല്ല നീളത്തിലുള്ള പയറുകൾ കിടപ്പുണ്ട്. ഇവരൊന്നും മൂത്തില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നമ്മുടെ ബ്രിഞ്ചോളുകളാണ്. ഇതിവിടെ പച്ചയുണ്ട്, നമുക്കവിടെ വയലറ്റും ഉണ്ട്. അപ്പോൾ ഇന്ന് മൂത്തിരിക്കുന്ന 1-2 പേരെ ഇങ്ങനെ പറിച്ചേക്കാം. നല്ല മൂത്ത 2 പേരെ നമ്മളിങ്ങനെ എടുത്തു. ഇതാണ് എൻ്റെ തക്കാളി ചെടി. ഏതാണ്ട് വള്ളിച്ചെടി പോലെ കയറിപ്പോയിരിക്കുക. അപ്പം ഞാൻ അവനെ ഈ കമ്പയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. നിറയെ കായകളുണ്ട്. പിന്നെ ഈ പച്ചത്തക്കാളി തോരൻ വെച്ച സൂപ്പർ ടേസ്റ്റാണ്. ചെറിയ ഒരു പുളിയും ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഈ തോരന്. അപ്പോൾ ഈ പച്ചത്തക്കാളി തോരൻ വയ്ക്കുന്ന ദിവസം അന്ന് തന്നെ നമ്മൾ വന്ന് പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇവിടെ ഒരാൾ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ പറിക്കുന്നില്ല. കുറച്ചുകൂടി ഒന്ന് പഴുത്ത് വരട്ടെ. ഇതാണ്ട് നല്ല മുഴുത്ത ഒരു വഴുതനയാണ്. ഇതും വയലറ്റ് കളറാണ്. അപ്പോൾ ഇതുകൂടെ ഇങ്ങനെ എടുത്തേക്കാം. ഇനി 1-2 പേര് കൂടി ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ വെണ്ട. ഇത് റെഡ് കളറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇത് തീരെ മൂത്ത് പോകും. പിന്നെ ആനക്കൊമ്പനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ
എല്ലാ ദിവസത്തെയും വിളവെടുപ്പ് ലാസ്റ്റ് ഇതേ. അപ്പോൾ ഇന്ന് ഇത് ആൾക്കാർ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്കിതെടുക്കാം. അതിനായിട്ടേ ഇവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഈ കമ്പെ കുത്തി നേരെ അങ്ങ് നിർത്തും. അങ്ങനെ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഒന്നേ. അപ്പം ഇത്രയും പേരെ കിട്ടി. അപ്പുറത്തൂടെ നോക്കാം. ദേ ഇവിടെയുണ്ട് ഒരാളുകൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ അങ്ങ് എടുത്തോ. അങ്ങനെ ഇപ്പം രാവിലെ നമുക്ക് 4 എണ്ണം കിട്ടി. ഇനി ആൾക്കാർ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യും. ഇതാണ് ഇന്നത്തെ മെയിൻ താരം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വിളവെടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നീളം വയ്ക്കാത്ത സാധനമാണ്. കാരണം ഇത്രയും കൊണ്ട് മൂത്ത് നിൽക്കുക. ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം മുറ്റിപ്പോവും. അതെ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിളവെടുപ്പ്. താമസിക്കുന്ന സിറ്റിയിലാണെങ്കിലുമേ ഉള്ള സ്ഥലത്ത് മാക്സിമം പച്ചക്കറികൾ നട്ടുവയ്ക്കും. ദേ ഇത്രയും പച്ചക്കറിയൊക്കെ വിഷമില്ലാതെ എടുക്കാൻ പറ്റിയ അതല്ലേ ഏറ്റവും നല്ലത്. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഒരു കുഞ്ഞു ചട്ടിയിലാണെങ്കിൽ പോലും ഒരു ചെടി നട്ടാൽ മതി, ഒരു ചേര് നട്ടാൽ മതി. നമ്മുടെ എഫേർട്ടിൽ നിന്ന് ഒരു സാധനം ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ സന്തോഷം ഭയങ്കരമല്ലേ. അതെ, കോഴി വളർത്താനും നമുക്ക് ഈസിയാണ്. ഈ സിറ്റിയിലാണെങ്കിലേ കോഴി വളർത്താനൊക്കെ വളരെ ഈസിയാന്നേ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു സ്മെല്ലോ മണമോ ഒന്നും വെളിയിൽ പോകില്ല. അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പ മാർഗ്ഗങ്ങളുണ്ട്. ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള കൊച്ചു പച്ചക്കറികളും ചെറുതായിട്ടുള്ള കോഴി വളർത്തലും.